ഈ വീഡിയോ ഞങ്ങള് ഫാമിലി ആയിട്ട് നടത്തിയൊരു യാത്രേൻ്റെതാണ് കേട്ടോ. കുറച്ചധികം പഴക്കമുള്ള വീഡിയോ ആണേ. ഈ യാത്രയില് തൃശ്ശിലേരി വഴി തിരുനെല്ലിയിലേക്ക് എത്തുന്നതാണ് കേട്ടോ. സാധാരണ തിരുനെല്ലി അമ്പലത്തിലേക്ക് പോകുമ്പോൾ തൃശ്ശിലേരി തൊഴുതിട്ട് വേണം പോകാനെന്ന് പറയാറുണ്ട്. തിരുനെല്ലിക്ക് മാത്രമായിട്ട് പോകുന്നവരുണ്ട് കേട്ടോ. തൃശ്ശിലേരി അമ്പലത്തിലേക്ക് വരുന്നത് കൂടുതലായിട്ടും ബലിയിടാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഞങ്ങൾ അങ്ങനെയൊന്നും ആവശ്യത്തിനൊന്നും വന്നതല്ല. ഞങ്ങൾ തൊഴാൻ വേണ്ടിയിട്ട് തന്നെ വന്നതാണേ. തൃശ്ശിലേരി അമ്പലം കുറച്ച് ഉള്ളോട്ടാണ്. പോരാത്തതിന് വഴി നല്ല മോശമായിരുന്നു കേട്ടോ വന്ന സമയത്ത്. അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര പീസ്ഫുള്ളാണ്. മൊത്തത്തിൽ ഭയങ്കര സൈലൻ്റായി. ബാക്കിലൊക്കെ കാട്, പക്ഷികളുടെ ശബ്ദം അങ്ങനെ. ഈ അമ്പലത്തിൽ 2 കുളങ്ങളാണ് കേട്ടോ കണ്ടത്. കുളത്തിലെ വെള്ളമൊക്കെ ഇങ്ങനെ കണ്ണുനീര് പോലെയുള്ളതാണ്. കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴുകി വരുന്നോണ്ടായിരിക്കണം. ഇത് ഒരു കുളമാണ് കേട്ടോ. ജലദേവത എന്ന് പറയുന്ന ദേവീൻ്റെ അതിൽ കൂടി ഒഴുകി വരുന്നത് ഈ കുളത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത് വെള്ളം. അമ്പലത്തിൻ്റെ പുറകുവശത്തായിട്ടാണ് രണ്ടാമത്തെ കുളം ഉള്ളത്. കൂടുതലും ബലിയിടാനാണ് ആളുകൾ വരിക എന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ അത്ര തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതാണ് രണ്ടാമത്തെ കുളം. കുളത്തിൻ്റെ ആകൃതിയിൽ ഒരു വ്യത്യാസമുണ്ട്. തൃശ്ശിലേരി ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ പുറത്തേക്ക് ഇറങ്ങിയാൽ വേറൊരു അമ്പലവും കൂടി കാണാം കേട്ടോ. കുറച്ച് ഉയരത്തിലേക്കാണ് ആ അമ്പലം ഉള്ളത്. അവിടെ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴേക്ക് നമ്മളെ തൃശ്ശിലേരി അമ്പലത്തിൻ്റെ ഒരു വ്യൂ കിട്ടും കേട്ടോ. അത് നല്ല ഭംഗിയാണേ കാണാൻ. ഈ അമ്പലം ഇങ്ങനെയാണ് ഉള്ളത്. ആ കാട്ടിൻ്റെ ഉള്ളിൽ നല്ല കളർ പെയിൻ്റൊക്കെ അടിച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷെ ആരും അവിടെ ഇല്ല. പൂജ കഴിഞ്ഞതാണ് എന്നാണ് തോന്നുന്നത്. നല്ല രസാട്ടോ. നല്ല ശബ്ദങ്ങളൊക്കെയാണ് കിളികളുടെയൊക്കെ. ശബ്ദം കേൾക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതൊരു കുഞ്ഞി പൂമ്പാറ്റപ്പുഴുവാണേ. നല്ല ഭംഗിയുള്ള 2 സൈഡിലും ഇങ്ങനെ സിൽവർ കളറിൽ ഒരു വര കൊടുത്തിട്ടുണ്ട് അതിൻ്റെ. ഇത് കണ്ടുപിടിച്ചതും വീഡിയോ എടുത്തതും ഒക്കെ അനിയൻ തന്നെയാണ്. ഞാൻ അവനെ പ്രത്യേകം മെൻഷൻ ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്. തിരുനെല്ലി അമ്പലത്തിലേക്ക് ഇവിടുന്ന് ഒരു മണിക്കൂർ യാത്രയുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ വേഗം തന്നെ തൊഴുതിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ കടകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. റോഡ് ഞാൻ കുറച്ച് മോശമാണെന്ന് പറഞ്ഞില്ലേ. ഇത് ഏപ്രിലിൽ നടത്തിയ യാത്രയാണ്. ഇപ്പം റോഡ് പണി കഴിഞ്ഞിട്ടുണ്ടാവുമോ എന്നറിയില്ല. ഞങ്ങളെല്ലാവരും കൂടെ 9 പേരാണേ ഉള്ളത്. 2 വണ്ടികളിലായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ. ഇതിൽ 2 പേര് മിസ്സിംഗ് ആണേ. ഒരാൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. വേനലായതുകൊണ്ട് തന്നെ കൃഷികളൊന്നും ഇല്ല കേട്ടോ വയലുകളിൽ. നല്ല രസമാണ് വരുന്ന വഴികളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഏപ്രിലായിരുന്നു എന്ന്. അപ്പോൾ പെസഹ വ്യാഴോ ദുഃഖവെള്ളി അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നേ. അതിൻ്റെയാണ് ഈ ഘോഷയാത്ര. അടുത്തുള്ള പള്ളിയിലുള്ള റോഡ് ഏകദേശം നല്ലതായിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ വിട്ടതിനേക്കാളും നന്നായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ നമ്മൾ തൃശ്ശിലേരിയിൽ നിന്ന് വരുമ്പോൾ ബാവലി പുഴേൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. വെള്ളം തീരെ ഉണ്ടായിരുന്നില്ല. എന്നാലും ഞങ്ങളൊരു ബ്രേക്കിന് വേണ്ടിയിട്ട് ഇവിടെയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഈ പാലത്തിൻ്റെ അക്കരെ ഭാഗത്ത് കുറേ പേര് താമസിക്കുന്നുണ്ട് കേട്ടോ. അവിടേക്ക് വണ്ടികളിൽ സഞ്ചരിക്കുന്ന മാവേലി എന്ന് പറയുന്ന അങ്ങനെ വണ്ടികളിലൊക്കെയാണ് സാധനങ്ങളൊക്കെ വരിക. ഈ ഏരിയയിലൊന്നും ഒരു കട പോലും ഇല്ല കേട്ടോ. വളരെ ഇങ്ങനെ കടകളോ ഒന്നുമില്ലാത്ത കൃഷിയിടങ്ങളാണ് മുഴുവനായിട്ടും. കാട് ഒരു വശത്ത് കാടാണെങ്കിൽ ഒരു വശത്ത് വയൽ, കൃഷി അങ്ങനെയൊക്കെ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കുറച്ച് നേരം ഇവിടെയൊക്കെ നിന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങാനും പറ്റി. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വെള്ളം ഉണ്ടാവും കേട്ടോ. മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് ആണിങ്ങനെ. ഈ ഫോട്ടോയിൽ ഞാൻ ഒഴികെ ബാക്കി എല്ലാവരും ഉണ്ടേ. അവിടുന്ന് പിന്നെ അത്ര ദൂരമൊന്നും ഇല്ല കേട്ടോ. കുറച്ചും കൂടി കഴിഞ്ഞാൽ നമുക്ക് തിരുനെല്ലിയിലേക്ക് പോകാനുള്ള
മെയിൻ ആയിട്ടുള്ള റോഡ് കാണും. അവിടുന്ന് നമ്മൾ റൈറ്റ് അല്ല ലെഫ്റ്റ് തിരിഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്. റൈറ്റിലേക്ക് പോയാലാണ് കുട്ടേട്ടൻ്റെ അപ്പക്കടയൊക്കെ ഉണ്ടാവുക. നമ്മളിന്ന് അപ്പക്കടയൊന്നും കാണില്ല കേട്ടോ. ഇതാ ഇങ്ങനെ ഈ ഒരു റോഡ് ഇതാ ഇവിടെ എത്തുമ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. റൈറ്റിലേക്ക് പോയാലാണ് അപ്പക്കട. ഇനി നമ്മൾ സാധാരണ തിരുനെല്ലിയിലേക്ക് പോകുന്ന മെയിൻ റോഡിലാണ് കേട്ടോ ഉള്ളത്. ഇവിടെ കുറച്ച് പോയിട്ടുണ്ടെങ്കിൽ ബ്രഹ്മഗിരി ഹിൽസിലേക്കുള്ള പിന്നെ ട്രക്കിങ്ങിൻ്റെ പോയിന്റാണത്. നമുക്ക് കാട്ടിൽ നിർത്താനേ പറ്റൂല കേട്ടോ, സ്ലോ ആക്കാൻ പോലും പാടില്ല. അങ്ങനെ നമ്മൾ തിരുനെല്ലി അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. തിരുനെല്ലി അമ്പലത്തിനെ പറ്റി പിന്നെ പറയേ വേണ്ടല്ലോ, എപ്പോഴും തിരക്കാണ്, നല്ല തിരക്കുള്ള സമയമാണ്. ഈ സമയത്ത് വെക്കേഷനും കൂടി ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല, അമ്പലം തൊഴുത് വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്ന കുറച്ച് ഉപ്പുമാങ്ങയൊക്കെയാണ് രാവിലെ കഴിക്കുന്നത്. പോകുന്ന വഴിക്ക് ഇതൊക്കെ നമ്മളെ മാടി മാടി വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാം തിരിച്ചു വരുമ്പം വാങ്ങാമെന്നൊക്കെ പറഞ്ഞ് മനസ്സിനെ സമാധാനിപ്പിച്ചിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണേ. അമ്പലമൊക്കെ മുഴുവൻ പൊളിച്ചിട്ടൊക്കെയാണ് ഉണ്ടായിരുന്നത്. അവിടെ റെനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇനി ഇത് അമ്പലം എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഫോട്ടോയും കാണിച്ചിട്ടുണ്ട് കേട്ടോ. കൽത്തൂണുകളിൽ ആദ്യേ കുറേ എണ്ണം പൊട്ടി പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇനി ഇതൊക്കെ എടുത്ത് ഒന്നും കൂടി നന്നാക്കും കേട്ടോ. അമ്പലമൊക്കെ തൊഴുതു. ഇതാണ് അവിടുത്തെ പ്രസാദം വരുന്നത്. പ്രസാദം വാങ്ങി പുറത്തിറങ്ങിയാൽ തന്നെ നമ്മൾ ഈ ഓവാണ് കേട്ടോ കാണുക. ഇത് പണ്ട് കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിച്ച പാത്തിയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. ഒരുപാട് വീഡിയോകളുണ്ട് ഈ ഇതിനെ പറ്റിയുള്ള. നല്ലോണം പൊട്ടി പൊളിഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ കൂടി ഇപ്പോൾ പൈപ്പിൽ കൂടെ വെള്ളം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൈയൊക്കെ കഴുകിയിട്ട് നമ്മൾ പാപനാശിനിയിലേക്ക് പോകാൻ പോവുകയാണേ. ഇങ്ങനെ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും അങ്ങോട്ട് അട്ടേനെ പേടിക്കണ്ട. എന്നാലും ഉണ്ടാവും, ഈ ഭാഗത്തൊക്കെ എപ്പോഴും നനവുള്ള സ്ഥലങ്ങളാണല്ലോ. മഴ പെയ്യുമ്പോഴുള്ള അത്ര അട്ട ഉണ്ടാവില്ല എന്നേ ഉള്ളൂ കേട്ടോ. കുറച്ചങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഫോണൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അവിടെ ബലികർമ്മങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിലെ നടക്കാൻ നല്ല പ്രയാസമാണ്. ചെരുപ്പും കൂടി ഇല്ലാതെ, ചെരുപ്പിട്ടിട്ടൊക്കെ ഇങ്ങോട്ട് വരാം കേട്ടോ. നമ്മൾ ചെരുപ്പ് അമ്പലത്തിൻ്റെ മുന്നിൽ വെച്ചതായതുകൊണ്ട് ഇപ്പം ചെരുപ്പിടാൻ പറ്റിയില്ല. ബലിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വസ്ത്രം മാറാനുള്ള സ്ഥലവും, കുളിക്കാൻ പറ്റില്ല, വസ്ത്രം മാറാനുള്ള ഒരു ചെറിയ സെറ്റപ്പ് ബാത്റൂമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പോകുന്ന വഴിയിൽ. എവിടെയായാലും ഫോട്ടോ എടുക്കലാണ് പ്രധാനം. വേസ്റ്റ് വലിച്ചെറിയുന്നുണ്ടെങ്കിൽ പിടിക്കാനുള്ള ഹൈ സെക്യൂരിറ്റി ആട്ടോ അവിടെ ഉള്ളത്. അമ്പലമൊക്കെ തൊഴുത് ഇറങ്ങി. കാണുന്നുണ്ടോ നിങ്ങൾ? 3 ആനകളെ ഞങ്ങൾ കണ്ടു കേട്ടോ. നിർത്താനും പറ്റില്ല, പേടിയുമായി. പുറകിലുള്ളവരോട് ആനയുണ്ടെന്ന് പറഞ്ഞു കൊടുക്കാനും പറ്റില്ല, റേഞ്ചൊന്നുമില്ല. അങ്ങനെ കുറച്ച് പേടിയായി. ഞങ്ങൾ പിന്നെ വേഗം അവിടുന്ന് വന്നു. ഇനി നമ്മൾ നേരെ അപ്പക്കടയിലേക്കാണ് കേട്ടോ പോവുക. നമ്മൾ ആ വഴി പൊന്നമ്പേട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകും. നമ്മളെ കൂടെയുള്ള അഞ്ജുവിൻ്റെ വീട് അവിടെയാണ്. അവിടുന്ന് ഇരിപ്പ് വാട്ടർഫാളിൽ പോകണം എന്നാണ് ആഗ്രഹം. സാധിക്കുമോയെന്ന് അറിയില്ല. അങ്ങനെ ഒരു കേരള കർണാടക യാത്രയാണ് കേട്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആനേനെ കണ്ടതുകൊണ്ട് തന്നെ വേറെ എന്തിനെങ്കിലും കാണുമോ എന്നുള്ളത് തന്നെയായിരുന്നു പിന്നെ നോക്കുന്നത്. പക്ഷെ ഒന്നിനെയും കണ്ടില്ല കേട്ടോ. ഇതാണ് നമ്മൾ അപ്പക്കട. പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ചെറുതായിട്ട് ഇഡ്ഡലി ഒന്നും കിട്ടിയില്ല. കാപ്പിയും അപ്പവും ഉണ്ണിയപ്പവും മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ. ഇഡ്ഡലിയൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പക്കടയിൽ നിന്നുള്ള ചൂടുള്ള കാപ്പി കുടിക്കുമ്പോൾ കാപ്പീൻ്റെ വീഡിയോ എടുക്കുന്നതോടുകൂടി എൻ്റെ ഫോണ് നിലത്തേക്ക് വീഴുമായിരുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ സ്ക്രീനൊക്കെ പൊട്ടി നാശമായി. അവിടുന്ന് ഞങ്ങൾ അഞ്ജുവിൻ്റെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് ഇരുപ്പിലെത്തുമ്പോഴത്തേക്ക് തന്നെ 5:05 എന്തോ ആയപ്പോൾ, 5 മണി കഴിഞ്ഞാൽ പിന്നെ അവർ കയറ്റൂല കേട്ടോ ഉള്ളിലേക്ക്. ജസ്റ്റ് ഞങ്ങൾ ശ്രമിച്ചു നോക്കി, കയറാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഷോർട്സിന് വേണ്ടി എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു ഇത്. അങ്ങനെ രണ്ടാമത് ഞങ്ങൾ പിന്നെ ഇരിപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇരിപ്പിലേക്ക് പോകുന്ന വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. തിരുനെല്ലിയൊക്കെ എന്തായാലും കാണാൻ വരുന്നവർക്ക് അവിടുന്ന് കുറച്ചും കൂടി ഒരു 1-1.5 മണിക്കൂറും കൂടി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരിപ്പ് വാട്ടർഫാൾ കാണാൻ പറ്റും. തിരുനെല്ലി വരെ എത്തുന്നവർക്ക് എന്തായാലും പോകാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് അത്. അങ്ങനെ ഞങ്ങൾ സന്ധ്യയാവുന്നതോട് കൂടിയിട്ട് യാത്രയൊക്കെ അവസാനിപ്പിച്ച് തിരിച്ചു പോവുകയാണ്. വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.